40 വർഷം എന്നൊക്കെ പറഞ്ഞാലേ 40ഓ 8 വർഷമില്ലായിരുന്നു ചേച്ചി. ഈ 40 വർഷം എന്നൊക്കെ പറഞ്ഞാലേ ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്ക് ഇത് അടിപൊളിയായിട്ട് ആഘോഷിക്കണം. അതെ അതെ അതെ, ആനി പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്കിത് എന്തായാലും ആഘോഷിക്കണം. അതെ, ആനി പറഞ്ഞില്ലേലും അതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. പക്ഷെ ഇത്രയും പേരോട് ഉണ്ടായിട്ട് ആദ്യം പറഞ്ഞ ആനിയല്ലേ, റെസ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാ? അച്ഛന്റെ അമ്മയുടെ 40th വെഡിങ് ആനിവേഴ്സറി എങ്ങനെ വെറൈറ്റി ആയിട്ട് അടിച്ചു പൊളിക്കാന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് ആലോചിക്കാം. അപ്പൊ ഒരു ഐഡിയ കിട്ടൂലേ? ഐഡിയ? ഇത്ര പെട്ടെന്ന് ഐഡിയ കിട്ടിയാ? എന്റെ അല്ലേ മോള്, പറ മോളെ. അയ്യോ അതല്ല, ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും 5 മിനിറ്റ് ഇരുന്ന് സ്വസ്ഥമായി സമാധാനമായിരുന്നു ആലോചിക്കാം. ഇതൊക്കെ ഇറങ്ങോട്ട് എന്റെ മോളെ തന്നെ. കിട്ടി. പറയാൻ ഇവര് രണ്ടാളും അന്തകാലത്ത് ഹണിമൂൺ പോയിട്ടുണ്ടാവില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അവർക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? അയ്യോ അടിപൊളി, നല്ല ഐഡിയ. പക്ഷേ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും ആലോചിക്കണം. എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞ് തരാമായിരുന്നു. അരമണിക്കൂറായി നിങ്ങളിവിടെ ആലോചിച്ച് ചിന്തിച്ച് നടന്നപ്പോഴേ ഞാനിവിടെ ഉണ്ടല്ലയാ. അയ്യോ കണ്ടില്ലടാ. ഇത് കാര്യം എന്തോ ഓപ്പർമനെ ചേട്ടാ, അച്ഛന്റെ അമ്മന്റെ വെഡിങ് ആനിവേഴ്സറി അതും 40 വർഷമായി. അതെങ്ങനെ ആഘോഷിക്കണം എന്ന് ഞങ്ങൾ എല്ലാരും കൂടി ആലോചിച്ചോണ്ടിരിക്കും. നിങ്ങളുടെ അമ്മയെ സമ്മതിക്കണം കേട്ടാ. 40 വർഷമായിട്ട് നിങ്ങൾ അച്ഛനെ സഹിക്കണുണ്ട്. നല്ലൊരു അവാർഡും ഫലകവും പൊന്നാടയും കൂടെ അണിയാ. പൊന്നാട മാത്രം പോരാ, മറ്റേ സാക്ഷി പത്രോട് എഴുതി കൊടുക്കണം. കിടുക്കാച്ച ഐഡിയ ലോകത്താരും ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം കുടുംബക്കാരെല്ലാരെയും വിളിച്ചു കൂട്ടി. Seems to be good. ഇത് കഴിഞ്ഞ ശേഷം നല്ല കിണ്ണം കാച്ചി ഒരു സദ്യ നമ്മൾ അവർക്ക് ഉണ്ടാക്കി വെക്കും. അതും കൊള്ളാം. ഓക്കെ, എന്നിട്ട് ഇത്ര തന്നെ വേറെ ഇനി കുളത്തിലെങ്ങാണ്ടും പോയി ബുക്ക്. വേറെ കാര്യം ചെയ്. നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടിയില്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മേനെയും പിടിച്ച് ഒന്നുകൂടെ അങ്ങ് കെട്ടിക്കടാ. എനിക്കിത് കൊടുത്ത് കളിച്ചോണ്ടിരിക്കുന്ന സമയമൊന്നുമില്ല. നീ കുറച്ച് പൈസ ചെന്നു പോയാലവിടെ അടേ നമ്മൾ ആറ്റെങ്കിലും സരണിലെ പെണ്ണ് കാണാൻ പോണ്ടേ. എന്നാ നീ അതെങ്കിലും പോയി ചെയ്. ഓ നീ ഇപ്പൊ എന്നാ പറഞ്ഞേ? പൈസ തരാൻ പറഞ്ഞു. അല്ല, അതെന്തിനായിരുന്നു കാര്യം പറഞ്ഞേ? ഞാൻ എന്റെ സരണിലെ പെണ്ണ് കാണാൻ പോകും. പെണ്ണു കാണും. ഏടത്തെ എന്തുട്ടാ പറഞ്ഞു വരണേ? അച്ഛനെ കൊണ്ട് മറ്റേ സനലിന് വരെ പെണ്ണ് കാണിക്കാനാ? അല്ലടാ സേതു, അന്ന് അച്ഛൻ നമ്മളോട് പറഞ്ഞില്ലേ അമ്മേനെ പെണ്ണ് കണ്ട കഥ. അപ്പൊ നമുക്ക് ആ പെണ്ണ് കാണലൊന്ന് നൈസായിട്ട് റീക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എന്തിനാ മീനുട്ടി നീ വലിച്ചോണ്ട് പോകുന്നേ? ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? അത് സർപ്രൈസ് കൂടി ഇരുന്നു. എന്താ സർപ്രൈസ് ആവണേ? സർപ്രൈസ് ഒക്കെ ആരെങ്കിലും പറയും എന്റെ അപ്പൂപ്പ, അതൊക്കെ കണ്ടാ മതി. ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അത് പ്രമാണിച്ച് നമ്മൾ എല്ലാവരും ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ തുടങ്ങാം. ആക്ഷൻ. ശകുന്തളാമ്മേ, ഇത് നമ്മുടെ ദിവസമല്ലയോ? അല്ല നീ എന്താണ് ഈ വേഷത്തില്? എന്റെ അപ്പൂപ്പ ഒന്ന് മിണ്ടാതിരിക്ക്. അങ്ങളെ ഒന്നും കൂടെ അതല്ല മോളെ, അവൻ വന്നപ്പോ വിളിച്ചതേ ശകുന്തളാമ്മയെന്നല്ലേ? അത് എന്റെ അമ്മയുടെ പേരല്ലേ? അമ്മ ഒന്ന് മിണ്ടായിരിക്കുന്നൊന്ന് കാണ്. ശരി, കാണാം. കുമ്പസങ്ങളെ ഓക്കെ അല്ലേ? ഓക്കെ. ആക്ഷൻ. ശകുന്തളാമ്മേ, ശകുന്തളാമ്മേ. സോമാ, ഓ നീയാണോ അത്? ക്ലാരമോളെ ചിരിക്കല്ലേ ക്യാരക്ടർ സെറ്റല്ലേ? അറിയാം, ഞാൻ ഒന്നും കൂടെ പോയി ഒന്ന് ചിരിക്കന്നെ. ക്യാരക്ടർ പിടിച്ച് ചെയ്യാണേ. ബാക്കി ഡയലോഗ് അവിടെ നിന്നോ. ഞാൻ വരാം. ഒന്നുകൂടെ വരുവാണേ. ഒന്നുകൂടെ വിളിച്ചോ.
ശകുന്തളാമ്മേ. സോമ ഓ നീയാണോ? ആണേ. സോമ ഓ. അവരെത്തിയോ? അവരൊരു 10 മിനിറ്റിനുള്ളിൽ എത്തും. അതെയോ? അല്ല പയ്യന്റെ പേരെന്താ പറഞ്ഞേ? ഗണേശൻ. ഗണേശൻ നായർ. അപ്പൂപ്പ ഒന്ന് മിണ്ടാതിരിക്കെ. ഇത് സംഭവം എന്താണെന്നറിയോ? നിങ്ങളുടെ രണ്ടുപേരുടെയും പെണ്ണ് കാണല് ഇവര് റീക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് അത് എന്താണെന്നറിയോ? നിങ്ങളുടെ 40ാമത്തെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്. ഓ അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് വല്ലതും അറിയാമോ? ഓ അപ്പൊ പെണ്ണ് കാണാൻ പോയ കഥയായപ്പോ നടക്കുന്നില്ലേ? അടുത്ത ജിസ്റ്റ് ഉണ്ടോ? ആ പയ്യനും കൂട്ടി വരട്ടെ, പയ്യനും കൂട്ടി. റെഡി റെഡി നിക്കേ. 1 2 3 ആക്ഷൻ. വരിക ഇരിക്കുക. അമ്മാവനിരിക്കാൻ അമ്മാവനെ കാണാൻ അപ്പോഴേ പറഞ്ഞപ്പോ ഇത്രയിടം വരെ വാഹന ശകലത്തിൽ വന്നപ്പോ നാമിന്റെ നടു അങ്ങോട്ട് ഒടിഞ്ഞിരിക്കണു. നോമങ്ങ ഇരിക്കുക. അയ്യോ അമ്മ ചിരിക്കല്ലേ അമ്മ പ്ലീസ്. എന്ത് ഇത്ര ചിരിക്കല്ലേ? അതെ ഇത് കറക്റ്റാ. ഇതുപോലൊരു കത്തിവേഷത്തിലാ ഇങ്ങനെ എന്നെ പെണ്ണ് കാണാൻ വന്നേ. പിന്നെ അന്ന് കൂടെ ഇതുപോലൊരു കൃമി അമ്മാവനുണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞേക്ക്, ഇത് എന്റെ ഐഡിയ ആയി പോയി. ഇല്ലെങ്കിൽ ഞാൻ വല്ലതും വിളിക്കാൻ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കാം. ഇത്ര ഒപ്പിക്കാൻ അമ്മാവനിരിക്കാൻ ഇരിക്കുക അങ്ങട്. ശകുന്തളാമ്മേ, ആ ഇതാണ് ചെക്കൻ ഗണേശൻ നായർ. അത് ചെക്കന്റെ അച്ഛൻ മധുസൂദനൻ നായർ. പെണ്ണിന്റെ അമ്മ. പിന്നെ ഇതാണ് ഒരേ ഒരു അമ്മാവൻ. ഞാൻ നമ്മെ തന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്താം. ആയിക്കോട്ടെ. ഈ ഇരിക്കുന്ന മധുസൂദനൻ നായരുടെ മകനായ ഈ ഗണേശന്റെ അമ്മാവനാണ് ഞാൻ ദക്ഷിണാമൂർത്തി. എടാ, പോടാ. ഞാൻ അപ്പോഴേ പറഞ്ഞ പുറത്ത് കാശ് കൊടുത്ത് വേറെ ആർട്ടിസ്റ്റിനെ ഇറക്കാം. നീ ആളെ കൊണ്ടൊന്നും നടക്കൊന്നുമില്ല. വെച്ചാൽ കേട്ടി തരും. ഈ ചെറുക്കനെ ഇതിനകത്തോട്ട് പിടിച്ചിട്ട് ഈ ചെറുക്കൻ ഇളക്കം എന്തിനാണെന്നറിയോ? correct. മറ്റേ സംഭവം കൊണ്ടാണ് ഇവ ഇളവിയിരിക്കുന്നത്. പിന്നെ ഇത് എന്റെ പെണ്ണാളാണ്, തന്റെ പെണ്ണാളല്ല. മര്യാദ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. പേര് കേൾക്കണം. സോട്ട് ചെയ്യാം. ആ. ഈ ഇരിക്കുന്ന മധുസൂദനൻ നായരുടെ മകനായ ഈ ഗണേശന്റെ ഒരേ ഒരു അമ്മാവനാണ് ഞാൻ ദക്ഷിണാമൂർത്തി. അല്ല ദക്ഷിണമൂർത്തി അല്ല, സെലീന കുതിരി. എന്തൊക്കെയാടാ പറയണം? ആ പേര് ശരിയായില്ല. കറക്റ്റ്. നിങ്ങളെ കുടുംബത്തില് ഈ വായിക്കൊള്ളുന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് വേണം ഞാൻ നാക്കു ചുറ്റിയോടെ കിടന്ന് കുഴഞ്ഞു വീട്ടു. എടാ അതല്ല, പിന്നെ അന്ന് ഗണേശൻ നായരുടെ അമ്മാവനാണെങ്കിൽ ദശരഥൻ നായർന്ന അങ്ങേരുടെ പേര്. അപ്പൊ ഞാൻ ദശരഥൻ നായരോ. കുറച്ച് ഡിസ്കൗണ്ട് ഇട്ട് മതി. ശരി ക്യാരക്ടർ ആയിക്കോട്ടെ. എന്നാ ഇതുകൂടെ താങ്ങാതെ പറഞ്ഞു. ശരി പെൺകുട്ടി റെഡി ആയിരിക്കണു. നാണം ഉണ്ട് ലേശം അവൾക്ക്. പണ്ടത്തെ കാലത്ത് ആരെങ്കിലും റെഡി ആയിരിക്കണം എന്ന് പറയൂ. ആ സോറി എന്റെ മിസ്റ്റേക്ക്. എന്റെ ഒരേ ഒരു മോള് സുന്ദരിയാണ്. അവള് ഒരുങ്ങിയിരിക്കാണ്. പിന്നെ ലേശം നാണക്കാരിയാണ് അമ്മയെ പോലെ. അതെയോ? ശരി നിങ്ങൾ ഇരിക്കാ. സംസാരിച്ചും പറഞ്ഞും കേട്ടോ. സോമം പറ. നേരെ തിരുമേനി. വന്ന വഴി ഓർമ്മ ഉണ്ടല്ലേ? പോ ഇറങ്ങിപ്പോ. കൊല്ലം ചെയ്യ ഒരു അവസരം കൊടുത്ത് മിണ്ടായിരിക്കും. ആനിപ്പോ വരും. നീ അതിനു വേണ്ടിയാണോ നിന്ന് ഇളവണേന്ന് എനിക്കറിയാം. നീ ഈ വേഷം എടുത്തതേ അതിനു വേണ്ടിയാണ്. ആനി അടിപൊളി. ചേച്ചി ഞാൻ പറഞ്ഞത് ഇവന്റെ കൂടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ലാന്ന്. അലമണ്ടാക്കല്ലേ? കൊടുക്കൂ മോളെ. എന്താ ഭാമയുടെ പേര്? ഒറ്റക്കുത്ത പേര് ചോദിക്കാളിയാ. സോറി, ചായ 2008 കൗണ്ടറൊക്കെ ഇപ്പോഴും അടിച്ചോണ്ടിരിക്കുന്നത്. മോളെ കൊടുക്കൂ. ചെറുക്കനല്ലേ ആദ്യം ചായ കൊടുക്കേണ്ടേ? ഞാൻ കൊടുത്തോളാം. ഈ ചൊറിയൻ അമ്മാവന് ചെറുക്കനാണത് ചായ ഒന്ന് എടുത്തേടാ, വില പറയാനുണ്ട്. ആനി സുന്ദരിയായിരിക്കണം. പേര് പറഞ്ഞിട്ടില്ല ഇപ്പൊ, ഞാൻ ചോദിക്കും. എന്താ കുട്ടിയുടെ പേര്?
ആനി. ആ ഫസ്റ്റ് കളഞ്ഞ് നശിപ്പിച്ച് Sorry, 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 ഇത്രയും sorry, നേരം sorry, ഞങ്ങൾ sorry, കേസ് എടുത്തോണ്ട് നിങ്ങളെനിക്ക് ഞാനില്ല അതാ വന്നേ പോയത്. പ്ലീസ് 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 എടാ, അവർക്ക് അഭിനയിക്കാൻ പരിചയമില്ല. സോറി സോറി ഒന്ന് വിളിച്ചേക്കാം ഒന്നും കൂടെ ചോദിക്കും സോറി ആ ഓക്കെ ഓക്കെ. എന്തായിരുന്നു കുട്ടിയുടെ പേര്? ഭാമ. ആണും പെണ്ണുമായിട്ട് ഞങ്ങക്ക് ഇവള് മാത്രമേ ഉള്ളൂ. എന്തിനാ കൂടുതല് അല്ലയോ ആണല്ലോ എന്താ കുട്ടിയുടെ നാള്? ഭരണി. ഭരണി എന്ന് പറയുമ്പം കുംഭം മീനം കർക്കിടകം ചിങ്ങം കന്യ എത്ര നോക്കിയാലും നാളുകൾ തമ്മിൽ അങ്ങനെ ചേർന്നില്ലയോ? ഈശോയെ. അയ്യോ അയ്യോ, sorry. ഭഗവാനെ ഭഗവാനെ നോമ എന്തായി കേൾക്കുന്നേ? ഒരുത്തം നമുക്ക് ഇനിയും നോക്കാലോ. ആ അതിന് പുറത്ത് നോക്കി. എടാ അത് കേറി പറഞ്ഞ ഡയലോഗ്. പുറത്ത് നോക്കുന്ന കാര്യമായിരുന്നു ഇവിടെ വേണ്ടത്. ആ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം. ഇതിപ്പോ 10 ൽ 9 പൊരുത്തേ നാമങ്ങൾ കാണുള്ളൂ. ഓ 10 ൽ 9 പൊരുത്തില്ലേ അമ്മാവ, അത് മതി. പറ്റില്ല. ഞാൻ എന്റെ ഭാര്യ സുമതിയെ വിവാഹം ചെയ്യുമ്പോൾ 10 ൽ 10 പൊരുത്തമായിരുന്നു. അത് നമുക്കിത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ഏത് കാലഘട്ടത്തിൽ അഡ്ജസ്റ്റ് പറഞ്ഞു? കറക്റ്റ് പിടിക്കണ്ടെന്ന് ചെയ്തു പോകും. 10 ൽ 10 പൊരുത്തത്തിൽ 10 ൽ 10 ആയിരുന്നു ഞാനും എന്റെ സുമതിയും തമ്മിലുള്ള വിവാഹേന്തര ബന്ധത്തിന്റെ നൈർമല്യത. എന്നിട്ട് അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 8 മാസം കഴിഞ്ഞപ്പോ അമ്മായി മരിച്ചു പോയി. പറയൂ, ഇനി എങ്ങനെയാണ് ബാക്കി കാര്യങ്ങള്? ഇതിലെ സിംബോളിക് നാടകം കണക്ക് ഇയാള് മണ്ണലമ്പാ ചേട്ടാ. കവർ ചെയ്യരുത്. അയ്യോ ശീലം ഒന്ന് പറഞ്ഞേ. ആ, അല്ല എങ്ങനെയാ ബാക്കി കാര്യങ്ങള്? കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ആ നീ ഇത് വെച്ചിരുന്നോ? പറഞ്ഞോ. ആ ഇല്ല ഇല്ല പറ നിക്ക്. സോറി സോറി ക്യാരക്ടർ. നമുക്ക് അവനിക്ക് അറിയില്ലാത്തോണ്ട് എടാ, നീ എനിക്ക് പറ. പക്ഷെ ആനി ചിരിക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. എടാ, അതിന്റെ ഇടയിൽ നീ കളിക്കല്ലേ? ദേ ഈ കൊച്ചു മോളെ ഒരു മിനിറ്റ് റെഡി. ഒന്നൊരു മോളെ ആക്ഷൻ പറ. കുട്ടിയുടെ അച്ഛൻ എവിടെയാ? ഡയലോഗ് എവിടെയാ? അങ്ങ് മദ്രാസിലാ. കാര്യങ്ങൾ ഉറപ്പിച്ച അപ്പങ്ങ് എത്തും. കാര്യങ്ങൾ ഉറപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം, അച്ഛൻ വരാതിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ ശകുന്തളാമ്മേ. മനസ്സിലായില്ല നോമിന്. ചെറുക്കനും പെണ്ണും ഇഷ്ടപ്പെട്ടു, സംഭവം ശരി തന്നെ. അതെ, കൊടുക്കൽ വാങ്ങലൊക്കെ എങ്ങനെയാ? അതിപ്പോ എന്നാ, ചെക്കന് പെണ്ണിന് ഇഷ്ടമായി, പെണ്ണിന് ചെക്കനെ ഇഷ്ടം, കല്യാണം കഴിക്കുന്നു. അങ്ങുന്നേ ചെക്കന് പെണ്ണിനെ ഇഷ്ടമായി, പെൺകുട്ടിക്ക് ചെക്കനെയും ഇഷ്ടമായി. എന്നാ പിന്നെ അവർ ഒന്നിക്കുന്നതല്ലേ നല്ലത്. അതാണോ ഞാൻ പറഞ്ഞേ? പിന്നെ എന്താണാവോ? ദമ്പടി എങ്ങനെയെന്നാ ചോദിച്ചിരിക്കണേ. എന്റെ ഭഗവാനെ, കഷ്ടപ്പെട്ടെല്ലാം മുറുകെ പണിയെടുത്ത് എന്റെ മോളെ ഞാൻ വളർത്തിയത് ഒരു 3000 രൂപ. മോളെ എടുത്ത് നല്ല ഓവറാ, കുറച്ച് കുറക്ക്. 3000 രൂപയുടെ ഒപ്പം ഒരു 4 പവനും തന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ മോളെ വിടാൻ പറ്റൂ. 3 പവനമ്മേ, 3 പവനാ. പറ്റില്ല. അങ്ങനെ പറയരുത് അങ്ങുന്നേ. കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ 300 എത്രയാ പറഞ്ഞേ? 3000 രൂപയും 4 പവനോ നടക്കില്ല. അമ്മാവാ എന്തായി കേക്കണേ? പ്രാവിൻകൂട് തറവാട്ടിൽ പ്രാവിൻകൂടൊന്നുമല്ല, എന്താണ് പന്തപ്ലാവ്? മന്ദപ്ലാവ്. പന്തപ്ലാവ്. പന്തപ്ലാവ് തറവാട്ടിൽ ഒരു പെൺകുട്ടിയെ കയറ്റിക്കൊണ്ട് വരുമ്പോ 3000 രൂപയും 4 പവനോ ലജ്ജായിരിക്കണു. നിർത്ത ആനിയോട് ഇങ്ങനെ എന്റെ ഭാമയെ കൂടുതൽ സുന്ദരിയാക്കിയ ഒരു സാധനം മാത്രം ആനിയിൽ കാണുന്നില്ല. അതെന്ത്? അവിടെ വലതുവശത്തെ ചെവിയുടെ ഭാഗത്ത് ഒരു മഞ്ഞപ്പൂ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛ ഇതെന്നെ ഒപ്പിക്കാൻ വേണ്ട പാടെ, എനിക്കറിയാന്ന് പോയാണെന്ന്. മഞ്ഞപ്പൂ ഇതാ ഇത്രയും തന്നെ എന്തോരം പൈസ ആയെന്നറിയോ ചെയ്യാൻ? അപ്പത്തേക്ക് ഒരു മഞ്ഞപ്പൂ. മഞ്ഞപ്പൂ പറിച്ചോണ്ട് വന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. പോയി പറിച്ചോണ്ട് വേണം, നീ പോയി പറിച്ചോണ്ട് വാ. എന്താ മക്കളെ, ഇത് എന്റെ ഐഡിയ ആയി പോയില്ലേ കൊണ്ടല്ലേ? എന്നാലും ശരിയാവത്ത, പോയി മഞ്ഞപ്പൂ പറിച്ചോണ്ട് വാ. മോള് പറഞ്ഞോണ്ട് വാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അഡ്ജസ്റ്റ് ചെയ്ത് നടന്ന കാര്യമായിരുന്നു, അല്ലാതെ തമാശ കളിക്കാനല്ല. പറിച്ചോണ്ട് വേണ്ട. അപ്പൊ ഇവിടെ നിൽക്കാനോ? ആനിയല്ല സുന്ദരി. അയ്യോ, അതിന്റെ ഇടയിൽ ഭാമക്ക് സുന്ദരിയാവാൻ പൂ വേണം.
നീക്ക് എന്തുവാ നിർത്തരുത്. ഇത് ചെറിയ പൂവോ വലിയ പൂവ് പറിച്ചോണ്ട് വേണം, വലിയ പൂവ് പറിച്ചോണ്ട് വാ. ഒന്ന് പോയി കൊണ്ടാ ഞാൻ വെച്ചു കൊടുക്കും. സമയമില്ല ഞാൻ വെച്ചോളാം. മഞ്ഞപ്പൂ കിട്ടി. മഞ്ഞപ്പൂ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇത്. അതെ, ചെറുതോ വലുതോ എന്തായാലും പൂ വെച്ചില്ലേ, നിങ്ങൾ അടങ്ങ്, അവര് ചെയ്യട്ടെ. പറ്റത്തില്ല. 3000 രൂപയും 4 പവനോ 10 പവനും 17,000 രൂപയും കൊടുത്താൽ എത്ര രൂപ കൊടുക്കണം? 10 പവനും 15,000 രൂപയും 17 പവനും കൊടുത്താൽ മാത്രമേ ഈ കല്യാണം നടക്കത്തുള്ളൂ. അത്ര തന്നെ. അങ്ങുന്നേ അത്രയ്ക്കും ആവുന്ന ഒരു കുടുംബമല്ല ഞങ്ങൾ. വേണ്ട ഏടത്തി, ആനിയെ ഞാൻ കിട്ടിക്കോളാം. അയ്യോ, വേണ്ട അമ്മേ, ഭാമയെ ഞാൻ കിട്ടിക്കോളാം. നിങ്ങളുടെ പേരെന്താ? ഗോവർദ്ധൻ. സോറി, ഗണേശൻ. ഗണേശൻ. ഗണേശൻ എന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞില്ലേ? എന്നെ പെണ്ണ് കാണാൻ വന്നതില് ആദ്യമായിട്ട് ഒരാളെ സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കും ഗണേശനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ 1 രൂപ പോലും ഗണേശന് സ്ത്രീധനം കിട്ടില്ല. ഈ പറഞ്ഞ 3 പവനും 3000 രൂപയും അത് തന്നെ എന്റെ അച്ഛനും അമ്മയും കടം വാങ്ങിയിട്ട് വേണം കിട്ടാൻ. അതുകൊണ്ട് എന്റെ അച്ഛനും അമ്മേനും വിഷമിച്ചിട്ടൊരു വിവാഹം എനിക്ക് വേണ്ട. ആനി, സോറി, ഭാമേ, എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ട. സ്ത്രീധനം ഇല്ലാത്ത കല്യാണം നടക്കത്തില്ല. സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. അളിയണ്ടെന്ന് ചുമ്മാതിരിക്കളിയ. ഓഹോ, അപ്പൊ നിങ്ങൾ അളിയനും മകനും കൂടി ഒന്നായ സ്ഥിതിക്ക്, സ്ത്രീധനമില്ലാത്ത കല്യാണം നടത്തുന്ന സ്ഥിതിക്ക് ഞാൻ ഈ കല്യാണ മണ്ഡപത്തിലും വരത്തില്ല. ഈ കല്യാണത്തിൽ ഞാൻ കൂടത്തുമില്ല. ഞാൻ പോണു. നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ഞാൻ പോകുന്നു. പോണല്ലേ? വെളിയിൽ ഭയങ്കര മഴയളിയോ, മഴയൊക്കെ നിന്നു. ബാക്കി പറയാം, അയാളോട് കേട്ടു. എന്തായാലും ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഈ കല്യാണം ഉറപ്പിക്കാം. അപ്പോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച സ്ഥിതിക്ക് ഭാമയ്ക്ക് ഗണേശനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഗണേശന് ഭാമയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊന്നും ചോദിക്കാനില്ല, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭാമ സുന്ദരിയാണ്. ഈ മഞ്ഞപ്പൂവ് നിന്നെ കൂടുതൽ സുന്ദരിയാക്കുന്നു. മക്കളെ, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു ദശരഥൻ എന്ന് പറഞ്ഞൊരു ചൊറിഞ്ഞൊരു അമ്മാവനില്ലേ, അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനുണ്ട് ചൊറി. നിങ്ങളുടെ സർപ്രൈസ് കളിക്കണ മക്കളെ. പക്ഷേ ഈ 40ാമത്തെ വാർഷികത്തിന് ഞാൻ എവക്കൊരു സർപ്രൈസ് കൊടുക്കുക. അതെന്താ എനിക്ക് വേറൊരു സർപ്രൈസ്? ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് പെണ്ണ് കാണൽ ദിവസമല്ല. പിന്നെപ്പോഴാ? മധുരങ്ങൾ പൊൻമനസിൻ ഇടനാഴികൾ പൂക്കുന്നിതല്ലോ. മന്മഥിയാം പ്രാണസഖീനി എൻ മനസ്സിൻ ഗാനം കേൾക്കൂ. ശോഭാ
അമ്മാവാ അമ്മാവാ എടാ കേൾക്കുന്നുണ്ടോ? നീ കാര്യം പറ. കുറെ നേരം കൊണ്ട് ചെവിയിലട്ടൊന്ന് കുമ്മാമാന്ന് വിളിച്ചോണ്ടിരുന്ന. അമ്മാവ ഒന്നും പറഞ്ഞില്ല. നീ ഈ കാര്യം നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാടാ? ഇല്ല, അച്ഛനോടും അമ്മയോടും അമ്മാവൻ വേണം കാര്യം പറയാൻ. അതും എന്റെ പിടലിക്ക് തന്നെ നീ കൊണ്ടുവച്ച. നീ പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞാ? അമ്മാവ പ്രേമിച്ച് പുറകെ നടന്നു കഴിഞ്ഞാ അവളെന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്തായാലും അവളെ കല്യാണം കഴിക്കണം. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും കൊച്ചേ? പെണ്ണിന്റെ പേരെന്തോന്നാടാ പറഞ്ഞേ? ഭാമ. നല്ല കുട്ടിയാ അമ്മാവ. ഭാമ. എടാ സോമ, എന്തോ നീ ഒരു കാര്യം ചെയ്യ്. അവളെ തറവാട്ടിൽ ചെന്ന് അവളെ നാട്ടിലൊക്കെ ചെന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ചിരിഞ്ഞു വാ. ആയിക്കോട്ടെ. അതിനുശേഷം നമ്മൾ പന്തപ്ലാവ് തറവാട്ടിലെ ആൾക്കാരെല്ലാം കൂടി അങ്ങോട്ടൊന്ന് ചെല്ലാം. ശരി അമ്മാവ. നമ്മളവിടെ ചെന്ന് പെണ്ണി ചോദിക്കുമ്പോ അവക്കെന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് വർത്താനോടാ നീ പറയുന്നത്? പന്തപ്ലാവ് തറവാട്ടിലെ ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഏത് കുടുംബക്കാരാണ് ഈ നാട്ടിലുള്ളത്? നാട്ടുകാരടുത്ത് ചെന്ന് ചോദിക്കണം. നാട്ടുകാർ ഇഷ്ടപ്പെടത്തില്ല. അമ്മാവാ, വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതെ വീട്ടിലെ കൊച്ച, അതുകൊണ്ട് വലിയ സ്ത്രീധനമൊന്നും ഉണ്ടാവില്ല. സ്ത്രീധനൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അവളെ മാത്രം മതി അമ്മാവ. പ്രായമൊന്നും ഞാൻ നോക്കൂല, ചവിട്ടി ഞാൻ തോട്ടിലോട്ട് ഇടും. സ്ത്രീധനം വേണം, അതുപോലെ ആ പെണ്ണിനെയും വേണം. അമ്മാവ, ആ പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുദ്ധി ഈ അമ്മാവൻ പറഞ്ഞുതരാം. മതി, അത് മതി. മതി അമ്മാവ. അമ്മാവോ, ഗണേശ് ഈ വിവരം 2 ദിവസം മുന്നേ എന്നോടൊന്ന് പറഞ്ഞതാ. അപ്പൊ ഞാനാ പറഞ്ഞത് അമ്മാവനോടൊന്ന് ആലോചിച്ചിട്ട് മാത്രം ബാക്കി മുന്നോട്ട് പോയാൽ മതി. അത് കൊള്ളാല്ലേ? കൂട്ടുകാരനും കൂടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച ശേഷം എന്റെ അടുത്ത് ഒന്ന് പറയണം തിന്നടാ. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കല്യാണം അവിടെ കഴിച്ചുകൂടായിരുന്നു. അല്ല, അതല്ല വർത്താനം. നിങ്ങളെല്ലാം കൂടി കാര്യങ്ങളും എല്ലാം തീരുമാനിച്ച അവസരം എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അമ്മാവൻ വിചാരിച്ചാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കാണേണ്ട രീതിയിൽ കാണണം, ഞാൻ പറയേണ്ട രീതിയിൽ പറയണം. അല്ല നിങ്ങൾ വന്നിങ്ങനെ എന്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റോ? അമ്മാവ എന്ത് വേണമെങ്കിലും ചെയ്യും. ചെയ്യുമല്ലോ. മക്കളൊരു കാര്യം ചെയ്യും, വീട്ടിൽ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അമ്മ വരുത്തുണ്ട് ചൊല്ലിക്കും. ദൈവമേ, അച്ഛാ, അപ്പൊ ഇതൊരു 1 സൈഡ് ലവ് ആയിരുന്നല്ലോ. പാവങ്ങളെ കുഞ്ചൊക്കെ നിങ്ങളുടെ അമ്മാവൻ കാട്ടിക്കൂട്ടിയതോ? എടി അഭിനയിക്കായിരുന്നത്. അമ്മാവൻ നാടകനല്ലയോ? അത് ശരി. അപ്പൊ 40 വർഷം നിങ്ങളത് ഒളിപ്പിച്ചു വെച്ചല്ലേ? വെഡിങ് ആനിവേഴ്സറി അല്ലയോ, ഒരു സർപ്രൈസ് ഒക്കെ വേണ്ടേ? ഇതെന്തായാലും വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. ഇതൊക്കെ എന്ത് സർപ്രൈസ്? സർപ്രൈസ് ഇനി വരാൻ പോണേ ഉള്ളൂ. ഇനിയും ഒരു സർപ്രൈസാ? യെസ്, മീനുട്ടീസ് വേൾഡും സേതുസ് വെഡിങ് പ്ലാനർ അവതരിപ്പിക്കുന്ന വേറെ സർപ്രൈസ് ഉണ്ട്. ഇന്ന് രാത്രി ഡിസൈൻ അല്ല, ഈ ബോർഡ് എന്തിനാ വെച്ചേക്കുന്ന? ഈ ബോർഡ് എടുത്ത് മാറ്റ്. നമ്മളെ കമ്പനി നടത്തുന്നതില്ലേ, നമ്മളെ ബോർഡ് വേണ്ടേ ഇവിടെ? അല്ല, ഈ ബോർഡ് ഇവിടെ വെച്ചാൽ പറ്റുന്നത്, ബോർഡ് എടുത്ത് മാറ്റ്. അയ്യോ, ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചേക്കണല്ലേ. അത് ശരി. അപ്പൊ ബോർഡ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ കയറത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ചോര കണ്ടിട്ട് ആ ബോർഡ് മാറ്റി. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടതാ. ഇതെടുത്ത് മാറ്റാൻ ഇത്തിരി പുളിക്കും. ഈ ബോർഡ് മാറ്റത്തില്ല. ഈ ബോർഡ് മാറ്റത്തില്ല. എടാ, നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിട്ടവരെല്ലാം അടിച്ചു പിടിച്ചു പോയില്ലയോ? ആര് പറഞ്ഞു? അവര് സ്വതന്ത്രരാവാൻ പോയതാണ്. അയ്യോ, സ്വതന്ത്രരായി പോയെന്നോ? ഡിവോഴ്സ് ഒരു വാക്കി. പിന്നെ ഈ വയസ്സെന്ന കാലത്ത് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് മാറി താമസിക്കണോ? ഇല്ലയോ? അന്ധവിശ്വാസം. എനിക്ക് പറ്റത്തില്ല ഒന്നും. ഞാൻ ചോദിക്കട്ടെ, ഈ ബോർഡ് എടുത്ത് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഉറപ്പാണോ? ഈ വയസ്സാൻ ഈ ബോർഡ് എടുത്ത് മാറ്റാൻ നീ ഇതിനകത്ത് കയറുമോ? ഇല്ല, കേറൂല. കണ്ടോ പറഞ്ഞ കേട്ടോ? നമ്മൾ മാറ്റത്തില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മാറ്റത്തില്ല. ഉറപ്പല്ല. അടി നമുക്ക് അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ബോർഡ് എടുത്ത് മാറ്റിയാ ആൾക്കാർ നീ ഒന്നും മിണ്ടണ്ട, മാർക്കേ. ചോറ് വീട്ടിൽ കിട്ടും. പോരെ? അത് മതി. എനിക്കത് മതി. ആ മാല കവറിലെങ്ങാനും ഞാനും. ചെറുക്കിന്റെ വീട്ടുകാർ ഒരു സൈഡിൽ നിൽക്കണം, പെണ്ണിന്റെ വീട്ടുകാർ ഇവിടെയാണ്. ഏട്ടാ വാ, ഏട്ടാ ചുമ്മാ
കഷ്ടപ്പെട്ടൊക്കെ ഇത്ര ഒരുക്കിയിട്ട് ഞങ്ങളൊരു കൈയിടി തരാം വാ. ഞാനത് അമ്മയുടെ അമ്മയുടെ കല്യാണം കഴിക്കച്ചാ ഇങ്ങനെ പേടിച്ചാണ് ഈ ഗ്യാപ്പിലൊന്ന് കെട്ടിപ്പിടിച്ചേ. പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി. ഒറ്റയടിക്ക് വലിച്ചടിക്കില്ലേ? അമ്മയ്ക്ക് ഞാൻ കുടിക്കണോ? അമ്മയുടെ കൊടുക്കും അമ്മയുടെ കൊടുക്കും അച്ഛനോട് പാലും കൂടി ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇനി പഴം ഉദ്ഘാടനം. വാവ്, സോ സ്വീറ്റ്. ഫോൺ ആ ഫോൺ കൊടുക്ക. വീഡിയോ നമ്മൾ പറഞ്ഞു